ഇന്നലെ വരെ നാം നേരിട്ട പ്രതിസന്ധികളല്ല ഇന്ന് നേരിടുന്ന പ്രതികൂലങ്ങളല്ല നാളെ നമ്മളെ കാത്തിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ എല്ലാറ്റിനെയും നമുക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ദൂത് ഇതാണ്: ഭയപ്പെടേണ്ട. ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവം, ഇന്നലകളിൽ പരിപാലിച്ച ദൈവം ഇനി നടത്താൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഒരുപാട് ആകുലപ്പെടുത്തുന്ന ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് ആകുലപ്പെടുത്തുന്ന ചിന്തകളുമായിട്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത്. നമുക്ക് ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇനി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ? എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കും? ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങളാണെ പോലും അതൊക്കെ എങ്ങനെ ഒന്ന് പ്രാപിക്കാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ ആകുലങ്ങളായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ദൂത് യോശുവയോട് ദൈവം പറഞ്ഞൊരു ദൂതാണ്. യോശുവയോട് ദൈവം പറഞ്ഞൊരു ആലോചന. യോശുവയുടെ പുസ്തകം 1:9 നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. യോശുവ 90 വയസ്സുള്ളവനായി കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ഒരുപാട് ആകുലങ്ങളുണ്ട്. യോശുവ യുദ്ധം ചെയ്ത് ശീലിച്ചവനല്ല, മോശയുടെ കീഴിൽ നിന്നിട്ടുള്ളവനാണ്. എന്നാൽ ഒരു സൈന്യാധിപന്റെ റോളിലേക്ക് ദൈവം അവനെ കയറ്റുമ്പോൾ അവനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, നീ പേടിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ കൽപ്പിച്ചല്ലോ. അങ്ങനെ യോശുവ ദൈവശബ്ദം കേട്ടപ്പോൾ അവൻ്റെ ഭയം മാറി. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പ്രമാണം അനുസരിച്ച് ജീവിക്ക്, പ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്ന് പറയുമ്പം ഈ പ്രമാണം എന്ന് പറയുന്നത് വലിയൊരു സംരക്ഷണമാണ്. ദൈവപ്രമാണം അനുസരിക്കുന്നവന് ദൈവം ഒരു സംരക്ഷണം കൊടുക്കും. യഹോവയുടെ നിയമപ്പെട്ടകം കയ്യിലേന്തി പുരോഹിതന്മാർ യോർദാനിലേക്ക് കയറിയപ്പോഴാണ് യോർദാൻ 2ആയി മാറി. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് അതിനകത്തുള്ളത്, ദൈവത്തിൻ്റെ പ്രമാണം. ദൈവപ്രമാണത്തെ മുറുകെ പിടിക്കുന്നവനെ ദൈവം മുറുകെ പിടിക്കും. ഹല്ലേലൂയ. നിന്റെ ന്യായപ്രമാണത്തോട് എനിക്ക് പ്രിയമുള്ളത് കൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ടെന്നാണ് 119 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, 165 അതുകൊണ്ട് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവനെ സംബന്ധിച്ച്, അത് മുറുകെ പിടിക്കുന്നവനെ സംബന്ധിച്ച് പേടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ആ വചനം നമ്മളെ സംരക്ഷിച്ചോളും. അതാണ് വചനത്തിൻ്റെ ശക്തി. യേശു തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഈ ഒരു വിശ്വാസം പുതിയ നിയമത്തിലെ ഭക്തന്മാരുടെ മേലും പഴയ നിയമ ഭക്തന്മാരുടെ മേലും ഉണ്ടായിരുന്നു. ദാവീദൊക്കെ ധൈര്യത്തോടുകൂടെ യാത്ര ചെയ്തതും ശത്രുക്കളെ കീഴടക്കിയതും ഒക്കെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള നല്ല ഉറപ്പിലാണ്. ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോഴും ദൈവം എന്നെ കൈവിട്ടിട്ടില്ല എന്ന് അവൻ ഉറച്ചു. യോബ് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. എല്ലാവരും മാറുമ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. തൻ്റെ ഭക്തന്മാരെ ദൈവം ഉറപ്പിച്ചു നിർത്തി. അതാണ് യോശുവയെ ദൈവം അങ്ങനെ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ അവൻ ധൈര്യത്തോടെ മുന്നോട്ട് പോയി. അവൻ്റെ ഉള്ളിൽ ഭയം പിന്നെ കയറിയില്ല. ഓരോ ശത്രുക്കളെ അവൻ കീഴടക്കി, രാജ്യങ്ങളെ കീഴടക്കി, ജനത്തിന് വാഗ്ദത്തങ്ങൾ കൈവശപ്പെടുത്തി അവകാശമാക്കി വിഭാഗിച്ചു കൊടുത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്, നിങ്ങൾ അകത്ത് ഭയപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചാൽ മതി. ദൈവ ശബ്ദം കേൾക്കാൻ കാത് തുറന്നു കൊടുത്താൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കൂടെ ഇരിക്കും. ദൈവശബ്ദം കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പാ ദൈവം കൂടെ ഉണ്ട്. ദൈവം കൂടെ ഉള്ളവനെ പേടിക്കേണ്ട കാര്യമില്ല. ദാവീദ് പറഞ്ഞില്ലേ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്കൊരു പേടിയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ആമേൻ. ദൈവം കൂടെ ഉള്ളവൻ, ദൈവ സാന്നിധ്യം കൂടെ ഉള്ളവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ പേടിക്കില്ല, പേടിക്കണ്ട. ആമേൻ. ദൈവത്തോട് ചോദിക്കുക, ദൈവശബ്ദം കേൾക്കുക, ഭയപ്പെടേണ്ട കാര്യമില്ല. യോശുവ ധൈര്യപ്പെട്ടു. ദൈവശബ്ദം കേൾക്കുമ്പോഴെല്ലാം ധൈര്യമാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമുക്ക് ഭയം വരും, ഭീതി ഉണ്ടാകും. ദൈവശബ്ദം മാത്രമാണ് നമ്മെ ധൈര്യപ്പെടുന്നത്. പത്മോസിൽ യോഹന്നാൻ, യേശുവിൻ്റെ ഏറ്റവും പ്രിയനായ ശിഷ്യൻ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, ഏകാന്തതയിലായിരിക്കുമ്പോൾ കാഹളനാദം പോലെ അതുവരെ കേൾക്കാത്ത വലിയ ശബ്ദം
ദൈവപുത്രൻ്റെ ശബ്ദം കേട്ടു. അവൻ ധൈര്യപ്പെട്ടു, അവൻ ബലപ്പെട്ടു, അവനെ ദൈവം എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. ആരും നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാനില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ, ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. യെശയ്യാവ് 41:10 ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. താങ്ങുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം. ഭയപ്പെടണ്ട. ശിഷ്യന്മാർ ഇങ്ങനെ പടകൊക്കെ വലിയ തിരകൾ കൊണ്ട് മുങ്ങുമാറായ സമയത്ത് അവർ ഭയപ്പെട്ടു പോയി. കർത്താവ് കൂടെ ഉള്ളപ്പോഴും ഭയപ്പെട്ടു, കർത്താവ് ഇല്ലാത്തപ്പോഴും ഭയപ്പെട്ടു. കർത്താവ് ഭയപ്പെടണ്ട, ഞാൻ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകും? ഈ ജീവിത പടക് ഉലഞ്ഞ് വെള്ളത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കുമോ? എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ലയോ? എവിടെ എത്തുമോ എന്നൊക്കെ വ്യാകുലപ്പെടുമ്പോഴും പൗലോസേ, നീ ഭയപ്പെടരുത്, നീ ധൈര്യമായിട്ടിരിക്കെ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെയും കൂട്ടരെയും ധൈര്യപ്പെടുത്തതുപോലെ ഇന്ന് കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവം പറഞ്ഞ വാഗ്ദാനം പ്രാപിക്കും, ദൈവിക പദ്ധതിയിലേക്ക് സഞ്ചരിക്കും. യോശുവയെ, ഭയപ്പെടേണ്ട, കലങ്ങണ്ട, നീ വാഗ്ദത്തം പ്രാപിക്കും, അവകാശങ്ങൾ വിഭാഗിക്കും. ആമേൻ. മുന്നോട്ട് പോകുവാൻ ശക്തി പകരുന്നവൻ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഈ ജനത്തോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഇവരെ ചുറ്റി നിൽക്കുന്നതിനായി നന്ദി. ഈ വചനം അവർ വിശ്വസിക്കുമ്പോൾ, വചനം ഏറ്റെടുക്കുമ്പോൾ, വചനം ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ കരം ഈ മക്കൾക്ക് വേണ്ടി കൂടെ വ്യാപരിക്കുന്നതിനായി നന്ദി. കർത്താവേ, വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനിടയാകട്ടെ. ഇന്നത്തെ ദിവസം പുതിയ വഴി തുറക്കട്ടെ. ആഗ്രഹങ്ങളും ഭയങ്ങളും മാറിപ്പോകട്ടെ. ദൈവപ്രവർത്തിയുടെ ഭാഗമായി നിന്റെ മക്കൾ നിൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് കർത്താവ് കൂടെയുണ്ട്, പേടിക്കാനില്ല. അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. ധൈര്യമായി മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ കറേജസ് ഡേ.